നിങ്ങൾ സ്വന്തമായി വാഹനമുള്ളവരാണോ അല്ലെങ്കിൽ വാഹനം ഓടിക്കുന്നവരാണോ എങ്കിൽ തീർച്ചയായും ഈ വീഡിയോ അവസാനം വരെ കാണാൻ ശ്രമിക്കുക. കൂടാതെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, അതിൻ്റെ കൂടെ സബ്സ്ക്രൈബ് ബട്ടൺ കൂടി അമർത്തുക. വാഹനങ്ങൾ ഓടിക്കാത്തവരായി ആരും ഉണ്ടാകില്ല. കാറോ അല്ലെങ്കിൽ ബൈക്കോ സ്വന്തമായി ഇല്ലാത്തവർ വളരെ ചുരുക്കമായിരിക്കും. സ്വന്തം വണ്ടി എപ്പോഴും വൃത്തിയായി കൊണ്ടു നടക്കുന്നവരാണ് പലരും. വാഹനത്തിൻ്റെ ഇൻറ്റീരിയറും മറ്റും എപ്പോഴും ഫ്രഷായി ക്ലീനാക്കി നമ്മൾ കൊണ്ടു നടക്കും. ഒരു ചെറിയ തട്ടലോ മുട്ടലോ വന്നാൽ പെട്ടെന്ന് അത് ശരിയാക്കും. അത്രയും ആത്മാർത്ഥതയാണ് പലർക്കും വാഹനത്തിൻ്റെ കാര്യത്തിൽ. എന്നാൽ നമ്മൾ പലപ്പോഴും ശ്രദ്ധിക്കാത്തൊരു കാര്യമാണ് വാഹനത്തിൻ്റെ ടയർ. പഞ്ചർ ആവുമ്പോഴോ അല്ലെങ്കിൽ അതിലെ എയർ കുറയുമ്പോഴോ മാത്രമേ നമ്മൾ ടയർ മൈൻഡ് ചെയ്യാറുള്ളൂ. ഇക്കാര്യത്തിൽ നിങ്ങൾ മൈൻഡ് ചെയ്തില്ലെങ്കിൽ ചിലപ്പോൾ സ്വന്തം കുടുംബങ്ങളുടെയോ ജീവനാകും നഷ്ടപ്പെടുക എന്നുള്ള കാര്യം നമ്മൾ പലപ്പോഴും മനസ്സിലാക്കുന്നില്ല. ടയറിൽ അതിൻ്റെ കമ്പനിക്കാർ രേഖപ്പെടുത്തിയിരിക്കുന്ന അക്കങ്ങളും അക്ഷരങ്ങളുമാണ് നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത്. ഇതിൽ തന്നെ ടയറുകളുടെ എക്സ്പയറി ഡേറ്റ് രേഖപ്പെടുത്താൻ ഉപയോഗിച്ചിരിക്കുന്ന നമ്പറുകളാണ് ഏറ്റവും പ്രധാനം. എന്നാൽ എഴുതിയിരിക്കുന്ന രീതി കാരണം ഈ നമ്പർ പലർക്കും മനസ്സിലാകണമെന്നില്ല. മനസ്സിലായാൽ തന്നെ ആരും ഇവ കാര്യമാക്കാറില്ല. അതുകൊണ്ട് തന്നെ ഇവ എങ്ങനെയാണ് വായിക്കുന്നതെന്ന് നോക്കാം. ഡേറ്റ് ഓഫ് എക്സ്പയറി പ്രധാനമായി 4 അക്കങ്ങളാണ് ടയർ നിർമ്മാതാക്കൾ ഉപയോഗിച്ചിരിക്കുന്നത്. ഇതിൽ അവസാനത്തെ 2 അക്കങ്ങൾ ടയർ നിർമ്മിച്ച വർഷത്തെയാണ് സൂചിപ്പിക്കുന്നത്. ഉദാഹരണത്തിന് 4109 എന്നാണ് ടയറിൽ രേഖപ്പെടുത്തിയിട്ടുള്ളതെങ്കിൽ ഇതിൽ 09 ടയർ നിർമ്മിച്ച 2009 എന്ന വർഷത്തെയാണ് സൂചിപ്പിക്കുന്നത്. 41ാമത്തെ ആഴ്ചയിലാണ് ടയർ നിർമ്മിച്ചത്. ഒരു ടയറിൻ്റെ ശരാശരി ആയുസ് 5 വർഷമാണ് എന്നാണ് മിക്ക ടയർ നിർമ്മാണ കമ്പനികളും പറയുന്നത്. അതുകൊണ്ട് ഇനി ടയറുകൾ വാങ്ങുമ്പോൾ ഈ നമ്പറുകൾ ശ്രദ്ധിക്കുക. നമ്മുടെയും കുടുംബത്തിൻ്റെയും ജീവൻ വിലപ്പെട്ടതാണ്.